ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് വന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞുതരാം, തിരക്കൂട്ടില്ല. ഇന്ന് വന്നിട്ടുള്ളത് മാമ്പഴ പുളിശ്ശേരിയും കൊണ്ടാണ്. അപ്പോൾ ഇതുവരെ കഴിക്കാത്തതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാൻ 3 പഴുത്ത മാങ്കോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കഷ്ണം വെള്ളം ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇതാ വീണ്ടും തേങ്ങ ചിരവൽ. തേങ്ങ ചെറുകി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്കും ഇതടി വീണ്ടും വേറൊരു പണി, മാങ്ങൻ്റെ തോല് കളയൽ. അതും അങ്ങനെ ചെയ്തു കഴിഞ്ഞു. നമ്മളെ ബൾപ്പിൽ മാങ്ങയില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ ബൾപ്പിൽ നിന്ന് മാങ്ങ ചോദിച്ചാൽ 3 മാങ്ങ തന്നെയാണ്. കുറേ നാളത്തെ ആഗ്രഹം എൻ്റെ മാമ്പഴ പുളിശ്ശേരി എന്നാണ്. ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ മാമ്പഴം ഇല്ലാണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇതാ അപ്പുറത്താരോട് മാങ്ങ ചോദിച്ചു തന്ന് ഉണ്ടാക്കുന്നു. വെരി സിമ്പിൾ. മാങ്ങേൻ്റെ തോലാണ് നോക്കുമ്പോൾ ഇതാ വേറൊരു പണി. എന്താണാവോ, ചട്ടി എടുത്തിട്ട് മാങ്ങ അതിലോട്ട് എടുക്കിടുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, ഗ്യാസിൽ പതപ്പിക്കാൻ വെക്കുക. അപ്പോഴത്തേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഇതടി ഇതിലോട്ടേക്ക് ഇങ്ങനെ അരിച്ച് മാറ്റാം. പൊടിപെടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അരിച്ച് മാറ്റുന്നത് നല്ലതല്ലേ. ഞാനാണെങ്കിൽ ഇതാ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയതുകൊണ്ട് പോയിട്ട് തുറന്നു നോക്കും ഇടയ്ക്കിടയ്ക്ക്, പതച്ചിനോ ഇല്ലയോ. അങ്ങനെ ഇതാ ഒരിയാനെ പതച്ച് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കാൻ വാങ്ങാം. എന്നിട്ടിതാ നേരത്തെ മാറ്റി വെച്ച പൊടിപടലങ്ങളില്ലാത്ത ശർക്കരപ്പാനി അത് ഇതിലോട്ടേക്ക് തിളക്കുമ്പോൾ തന്നെ ഒഴിക്കാം. ഇതാ ആവശ്യത്തിന് ഉപ്പിട്ടോളി, ഇല്ലെങ്കിൽ ഉപ്പില്ലാത്ത മാമ്പഴ പുളിശ്ശേരി ആയിപ്പോവും. ഇനി മാമ്പഴ പുളിശ്ശേരിത്തെ മെയിൻ ഐറ്റമായ RKG അഥവാ നെയ്യ്, അത് തിളക്കുമ്പോൾ തന്നെ അതിൻ്റെ നടുവ് കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വയ്ക്കാൻ നമുക്ക് അരപ്പാണ് വേണ്ടത്. 3 മാങ്ങയാണെങ്കിൽ ഒരു പിടിത്തേങ്ങ കുറച്ചേ വേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഇട്ടോളി, നമ്മളൊന്നും പറയില്ല. 1 കപ്പ് തൈര്, അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ആൻഡ് മുളക് പൊടി. പിന്നെ ഒരു കാര്യം, ഇതിലോട്ടേക്ക് വെറുതെ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും കുത്തിച്ചിടണ്ട. വെറുതെ മാമ്പഴ പുളിശ്ശേരി കൊളായി പോകും. ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ ഇതാ നമ്മൾ അടിക്കാൻ കൊണ്ടുപോയി അടിക്കുന്നുണ്ട്. നല്ല വെണ്ണ പോലെ അടിച്ചെടുത്തിട്ട് വരാം. ശർക്കരപ്പാനിയിൽ നിന്ന് വെന്തുരുകുന്ന മാങ്ങയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും തിന്നല്ലേ പറ്റൂ. നേരത്തെ അരച്ച് മാറ്റി വെച്ച അരപ്പ് നമുക്ക് ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി കുലുക്കി തൊഴിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക, അതിലോട്ടേക്ക് നെയ്യെണ്ണ വയ്ക്കുക അഥവാ RKG. അത് ചൂടായിട്ട് വന്നാൽ അതിലോട്ടേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 കഷ്ണം കായ്മുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ താളിച്ചെടുക്കാം. ഈ താളിച്ച സാധനം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കറക്കി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ മക്കളെ, നമ്മുടെ കുറുകിയ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടും. ചോറും ഈ ഒരു സാധനം മാത്രം മതി തിന്നാൻ. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.